ഇതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഹലോ. ആ പറ. രാവിലെ എവിടെ തിരിയാൻ പോയേക്കുവായിരുന്നടാ? അതെനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ആരോട് പറയാനാ? പഠിക്കാൻ പറ്റുമ്പോ പഠിക്കണമായിരുന്നു. അതേടി പഠിച്ചില്ല, അതിനാരാ കാരണക്കാരി? നീ പറയുന്ന കേട്ടതൊന്നും ഞാനാ നിന്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന്. ഇഷ്ടമാണെന്ന് പറഞ്ഞത് നീ, ഇല്ലാത്ത എല്ലാ ഹോപ്പുകളും തന്നത് നീ. അവസാനം എന്റെ ജീവിതം വഴിയാധാരമായി. അതുകൊള്ളാം, നീയായിട്ട് നിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നീ എന്നെ പറയുന്ന. ഞാൻ പറഞ്ഞു എനിക്ക് കോഴ്സ് എടുത്തു തരാൻ. ഞാൻ 100 ആവർത്തി പറഞ്ഞല്ലേ വേണ്ട വേണ്ട വേണ്ടെന്ന്. വല്ലവരെയും വാക്കും കേട്ടിട്ട് എന്റെ ജീവിതമല്ലേ തൊലച്ചത്. മടുത്ത നിനക്കല്ല, എനിക്കാണ്. ഇനി എന്തൊക്കെ വന്നാലും നിന്ന് സർവൈവ് ചെയ്യാൻ പോണില്ല റുബേലെ. എന്തൊക്കെ സംഭവിച്ചാലും ഈ ജോലി എനിക്ക് കിട്ടും. ഞാൻ ഇത് സർവൈവ് ചെയ്യും. അതിന് ഞാൻ നിന്റെ അടുത്ത് 1 വർഷം കാത്തിരിക്കാനല്ലേ പറയുന്നുള്ളൂ. ഇനി എന്നെ കൊണ്ട് കാത്തിരിക്കാൻ പറ്റത്തില്ല. അടുത്ത മാസം എന്റെ എൻഗേജ്മെന്റാ. ഓഹോ, അതിന്റെ അല്ലേ? അതിന്റെ ആണല്ലേ ഇത്രയും നടത്തുന്ന നാടകം. അത് നിനക്ക് നേരിട്ടങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ഇത്രയും വളഞ്ഞ വഴി വേണ്ടായിരുന്നു. ഞാൻ എന്നെ വെറും പട്ടിയാക്കിയല്ലേ? ഒരിക്കലും അല്ലടോ. തന്നെ എനിക്ക് ജോലിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ റൂസിന്റെ കെയർഫിൽ ഒരു പയ്യൻ വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ. അതുകൊണ്ടാണ്. എന്തായാലും ഇത് നടക്കില്ല. ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതാ നല്ലത്. ഹലോ ഹലോ, എന്തെങ്കിലും വേക്കൻസി വരുവാണെങ്കിൽ തന്നെ വിളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും പോയി ബ്രേക്കപ്പ്. നിന്റെ കിട്ടിയില്ല. സ്വാഭാവികം. നീ അടുത്ത എങ്ങോട്ടാ? അടുത്ത ഇന്റർവ്യൂ കൂടെ. അത് വിട്. ദൃശ്യം 3 നീ അറിഞ്ഞ മറ്റേ ലവൻ വീണ്ടും തിരിച്ചു വരുന്നു. പ്രേതമായിട്ട് ഇത്തവണ പ്രേതമായിട്ട്. പ്രേതമില്ല പിന്നെ സത്യമായിട്ടും പ്രേതമായിട്ട് കൊത്തത്തന്നെ വിളിച്ചു പറയാ. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മൾ മിഡിൽ ക്ലാസ് ബോയ്സ്. വാനോളം പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ അതല്ല, ഒരു ചെറു പുഞ്ചിരിയോടെ ഫേസ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകും. എന്തെന്നാൽ we just have only one life, right? So try to experience all the good things around you and live a happy, beautiful life.